മദ്യനയത്തിൽ മാറ്റം വരുത്തുമെന്ന സിപിഐഎം നേതാക്കളുടെ പ്രസ്താവന കേരള സമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്ന് കെപിസിസി പ്രസിഡന്റ് വി.എം. സുധീരൻ. സിപിഐഎമ്മും മദ്യലോബിയും തമ്മിൽ അവിശുദ്ധ ബന്ധം നിലനിൽക്കുന്നു. സർക്കാരിനെ ദുർബലമാക്കാൻ ശ്രമിച്ചാൽ വിലപ്പോവില്ലെന്നും വി.എം. സുധീരൻ കൊച്ചിയിൽ പറഞ്ഞു. കടുത്ത വിമർശനമാണ് മദ്യനയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സിപിഐഎമ്മിനെതിരെ കെപിസിസി പ്രസിഡന്റ് വി.എം. സുധീരൻ ഉയർത്തിയത്. ബാർ മുതലാളിമാരും സിപിഐഎമ്മും തമ്മിൽ അവിശുദ്ധ ബന്ധമുണ്ട്. അധികാരത്തിൽ വന്നാൽ മദ്യനയം മാറ്റുമെന്ന സിപിഐഎം നേതാക്കളുടെ പ്രസ്താവന ഇതിന് തെളിവാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ അംഗീകാരം കൂടി ലഭിച്ച മദ്യനയം തിരുത്തി ഭേദഗതി ചെയ്ത് പുതിയ മദ്യനയം കൊണ്ടുവരും എന്നുള്ള സിപിഎം നേതൃത്വത്തിൻ്റെ പ്രഖ്യാപനം സിപിഎമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണിയും മദ്യ മുതലാളിമാരും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം അതിൻ്റെ ഭാഗമാണ്. മദ്യമുതലാളിമാരുമായി ചേർന്ന് സർക്കാരിനെ അട്ടിമറിക്കാനാണ് സിപിഎം ശ്രമിക്കുന്നത്. എന്നാൽ ഈ ശ്രമം വിജയിക്കില്ലെന്നും വി.എം. സുധീരൻ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ അവരെ പ്രയോജനപ്പെടുത്താം എന്നുള്ളൊരു തെറ്റായ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇത് വന്നിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള നീക്കത്തിൽ അവരെ കൂടുതൽ വീര്യത്തോടുകൂടി പങ്കാളികളാക്കാനുള്ളൊരു നീക്കമായിട്ടാണ് ഇത് കാണുന്നത്. ഒരു കാരണവശാലും ഈ ശ്രമം വിജയിക്കാൻ പോകുന്നില്ല. സിപിഐഎമ്മിന്റെ ഫാസിസത്തിന്റെയും അസഹിഷ്ണുതയുടെയും തെളിവാണ് ടി.പി. ശ്രീനിവാസന് നേരെ നടത്തിയ കയ്യേറ്റം. ഇതിനെ ന്യായീകരിക്കാനാണ് പിണറായി വിജയൻ ശ്രമിച്ചതെന്നും വി.എം. സുധീരൻ പറഞ്ഞു. പിണറായി വിജയൻ നടത്തിയ ആദ്യ പ്രതികരണമാണ് അവരുടെ മനസ്സിലിരിപ്പിയത്. പിന്നീട് ശക്തമായ ജനാഭിപ്രായം വന്നതിനെ തുടർന്ന് ചില ഭേദഗതി വരുത്തി പറയുന്നുണ്ട്. ആരോപണങ്ങൾ സർക്കാരിനെ ഉലയ്ക്കുന്നുണ്ടെങ്കിലും അതിനെ മറികടക്കാൻ യു.ഡി.എഫിന് കഴിയുമെന്നും വി.എം. സുധീരൻ പറഞ്ഞു. റിപ്പോർട്ടർ, കൊച്ചി.